സാറിന്റെ വിളിച്ചേ? ആ വിളിച്ചു. അടുക്കളയിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? ഇതാ ഇത് വെച്ചോളൂ. ആ ഇത്ര പെട്ടെന്ന് ഫ്രഷ് ആയോ? മുടിയൊക്കെ എങ്ങനെ? സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഓ ധാരാളം. വന്ന് കയറിയപ്പോൾ പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? ഞാൻ ഈ യാത്രയുടെ വിവരം തന്നോട് ഹോസ്റ്റലിൽ വന്ന് പറഞ്ഞപ്പോ ഈ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പേടിച്ച് വിളറി. ഇഷ്ടമുള്ളൊരു കൂടെ ഉണ്ടാവുന്നത് മനസ്സിന് സുഖം തരുന്ന ഒരു ഏർപ്പാടാ. നല്ലൊരു കവിത ആസ്വദിക്കുന്നത് പോലെ അത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത്. ഈ തിങ്കളാഴ്ച നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഉദാത്തമായ ഒരു കവിത ഞാൻ എഴുതിയിരിക്കും. എന്റെ മനസ്സതിന് തയ്യാറായി കഴിഞ്ഞു. എഴുതാൻ പോകുന്ന കവിതയുടെ ആശയം എന്താ ഗോപി സാറേ? മനുഷ്യാവകാശം. മനുഷ്യാവകാശം അറിയോ കുട്ടിക്ക്? കുട്ടിയുടെ അവകാശങ്ങളെ കുറിച്ച് ഇല്ലല്ലോ. കുട്ടിക്കെന്നല്ല, ഇവിടെ പലർക്കും അറിയില്ല. പക്ഷെ ഞാൻ എഴുതും. മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് ഞാൻ എഴുതും. കാതുള്ളവർക്ക് കേൾക്കാൻ ഞാൻ എഴുതും. ഇവിടെ മതവും രാഷ്ട്രീയവും ഒക്കെ മനുഷ്യനെ നിരന്തരം ചൂഷണം ചെയ്യുക. രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാരുടെ ഒക്കെ ജൽപ്പനങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ട പാവ മനുഷ്യര്. ഞാനവരെ ഉണർത്തും. അതെന്റെ കടമയാ. ഗോപി സാറേ, പേടിച്ചു പോയല്ലേ? ഞാൻ അങ്ങനെയാടൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് മുഴുകിയ പിന്നെ പരിസരബോധം ഒക്കെ നഷ്ടമാവും. ഒരുതരം ഭ്രാന്തമായ അവസ്ഥയാ. അപ്പോഴാണ് എനിക്കൊരു നല്ല സുഹൃത്തിന്റെ ആവശ്യം. താൻ എന്റെ ഒരു നല്ല സുഹൃത്തല്ലേ? ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കാം സാർ. ആ പിന്നെ ഈ സാറെന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കിക്കൊള്ളാം. താൻ ഗോപിന്ന് വിളിച്ചോടൂ. അതുപോട്ടെ, താൻ ഈ ദേശാടന പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഈ പുരയിടത്തിന്റെ അറ്റത്ത് സൈബീരിയൻ കൊക്കുകൾ കൂട്ടത്തോടെ വന്നിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെ കാണാം. കുട്ടിയിരിക്കെ, ഞാനൊന്ന് കുളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. പേഴ്സണൽ ഡയറി എടുക്കാൻ ആരാ പറഞ്ഞത്? വിശദീകരണം ഒന്നും വേണ്ട. നീ രഹസ്യം കണ്ടുപിടിക്കാൻ വന്നത്? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ തെറ്റായിപ്പോയി. പോയിക്കന്നെ പോകും. എനിക്കതിനെ കാണണ്ട. ഇറങ്ങാനോ? നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളും ഓടിയെത്തും. തീർന്നു. ബോട്ടിന്റെ പണി തീർന്നു. ഓ എന്തത്? അവിടെ അവിടെ ഓമലാളിൻ ഗൽഗത ഓമലേ. ഞങ്ങളുടെ അവിടുത്തെ ആരോമലേ വല്ലോണക്കങ്ങോട് ഒന്നങ്ങോട് ചെയ്തിക്കൂ. വൺസ് മോർ കൂടി തോരാൻ്റെ തീരൻ. ഹേയ് എന്താ ഇവിടെ നിക്കണേ? ഞാൻ വെറുതെ ഇങ്ങനെ നിന്നതാ. കുട്ടിയുടെ കണ്ണൊക്കെ ചോന്നുണ്ടല്ലോ. കരയായിരുന്നോ? ഇല്ല, മാണിക്കിന് തോന്നുന്നതാ. എന്തിനാ വെറുതെ നുണ പറയണേ? സാറ് വല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ കുട്ടി കരയില്ലല്ലോ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അത് മൂപ്പരുടെ സ്വഭാവാ. ഒരു കാര്യം എനിക്ക് തീർച്ചയായും, കുട്ടിയോട് സാറിന് വലിയ സ്നേഹമുണ്ട്. സ്നേഹമുള്ളവരെ സാറ് ചീത്ത പറയാറ്. എന്റെ മുതലാളി ജോൺ സാറായിട്ട് എന്തോരം വഴക്കിട്ടുണ്ടെന്നറിയോ? ഒരു 10-15 മിനിറ്റ് മൂപ്പരുടെ പണക്കം തീരും. പിന്നെ സാറ് സോറി പറച്ചിലായി. കുട്ടി ഇതോർത്തോണ്ട് വിഷമിച്ച് തെങ്ങിന്റെ ചോട്ടിൽ നിന്നാലേ തേങ്ങ വീണ് തല ചീത്താവും. എന്റെ കൂടെ അടുക്കളയിലോട്ട് വായും. നമുക്കിതെല്ലാം കൂടി ഒരു വിറങ്ങിൽ വിറങ്ങാം. വാ, പടവലം കണ്ടൊരു നീളേ. കറിയുടെ കളർ കണ്ടിട്ട് കരിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. കഴിച്ചു നോക്ക് മാണിക്ക, എന്നിട്ട് അഭിപ്രായം പറ. ഈ സാധനത്തിന്റെ പേര് നിന്നാ ഞാൻ ആദ്യമായിട്ടാ കാണുന്നതേ. ഉള്ളിത്തീയല്ല ഞങ്ങളുടെ അവിടെ പറയാറ്. എന്തും വരട്ടെ, കുട്ടി ഉണ്ടാക്കിയതല്ലേ, ഞാൻ ധൈര്യമായിട്ട് കഴിക്കാൻ പോവാ.
ഇഷ്ടായില്ലേ? ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോ കുഴപ്പമൊന്നും കണ്ടില്ലല്ലോ. എന്താ നിന്റെ പേരെന്ന് പറഞ്ഞേ? ഉള്ളിത്തീയല്. ശരിയാ, ഉള്ളി ചെന്നപ്പോ തീയായി. ഉള്ളി തീയല് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു സാധനം കഴിക്കണതേ. അതുകൊണ്ട് രുചി തിരിച്ചറിയാൻ അവനല്പം സമയം കൊടുത്തതാ. അല്ല, വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ കുട്ടിയെ ചെയ്യാറ്? ഏയ്, അതിന് ഗൗരിയേച്ചുണ്ടല്ലോ. ചേച്ചി ചെയ്യുന്നത് കണ്ടു പഠിച്ചതാ ഞാൻ. അല്ല, ഈ മാങ്ങോണ്ട് എന്ത് കസർത്ത കാണിക്കാൻ പോണേ? മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടാനുണ്ടോ? ഇതൊക്കെ കൂട്ടി കൂട്ടിയാ കുട്ടി ഇങ്ങനെ വെളുത്തിരിക്കണേ. എനിക്ക് എന്റെ അമ്മ ഇങ്ങനൊന്നും ഉണ്ടാക്കി തരാറില്ല, അതുകൊണ്ടാ ഞാൻ കറുത്തുപോയേ. കുട്ടി ഇങ്ങനെ ചിരിക്കണ കാണാൻ നല്ല ഭംഗിയാ. എന്തിനാ മണിക്ക് എപ്പോഴെപ്പോഴും എന്നെ കുട്ടീന്ന് വിളിക്കുന്നത്? എന്റെ പേര് വിളിച്ചൂടെ? ഗീതാഞ്ജലിന്ന്. ഗീതാഞ്ജലി? ഗണപതിക്ക് പോലും ഒരു എലിയേ ഉള്ളൂ. കുട്ടി നിന്നെ പിന്നെ ഇങ്ങനെ അഞ്ജലിയും കൊണ്ട് നടക്കണേ? ഗീതാഞ്ജലി എന്റെ പേരിനെ കളിയാക്കിയതാണല്ലേ? പേര് വിളിക്കണേ ഞാൻ ഗീതാന്ന് വിളിക്കൂ. എലിന്നൊന്നും കൂട്ടി വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. മാണിക്കന് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ. ഗീതാന്നുള്ള പേര് വലിയ ഇഷ്ടം എനിക്ക്. എന്റെ അമ്മയുടെ മോളുടെ പേരായിരുന്നു. ആ, അങ്ങനെ വരട്ടെ. മുറപ്പെണ്ണിന്റെ പേര് കേട്ടപ്പോ മാണിക്കന്റെ മുഖത്തൊരു നാണം വരുന്നുണ്ടല്ലോ. ആഹാ, എനിക്ക് വലിയ ഇഷ്ടായിരുന്നു ഗീതാനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവം വിളിച്ചോണ്ട് പോയില്ലേ? എന്ത് ദൈവം വിളിക്കേ? ആ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചത്. ചെറിയൊരു പനി വന്നതാ. വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്നും ഫലം ഉണ്ടായില്ല. ഞാൻ എന്തോരം കരഞ്ഞു എന്നറിയോ? സാറേ, 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 വാതിലോർക്കേ. സാറേ, എന്താടാ ഇതെന്തോറക്കത്? ഞാൻ എത്ര നേരമായി വിളിക്കണു? ഊണൊന്നും കഴിക്കണ്ടേ? മണി 3 കഴിഞ്ഞു. നീ കഴിച്ചോ, എനിക്ക് വേണ്ട. അതെന്തു വർത്താന സാറേ? സാറ് ഇവിടെ ഉള്ളപ്പോ സാറ് കഴിക്കാണ്ട് ഞാൻ കഴിച്ചണ്ടാ? പെണങ്ങലടാ, നീ ആ കുപ്പിയിലിരിക്കുന്ന എടുത്ത് അടിച്ചേ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും പകല് മാണിക്കിന് അടിക്കില്ല എന്നുള്ള കാര്യം സാറിന് അറിയാലോ. സാറ് വന്ന് വിശന്നിട്ട് വയ്യാ. നീ എടുത്തു വെച്ചോ, ഞാൻ ഇപ്പൊ വരാം. ഓ, അവിയല്, സാമ്പാറ്, തോരൻ, ഉള്ളിത്തീയില്. ഇതെന്താടാ മാണിക്ക, ഇവിടെ അടുത്ത് സദ്യ വല്ലതും ഉണ്ടായിരുന്നോ? സദ്യയോ? എനിക്കറിയില്ല സാറേ. ഈ കറികളെല്ലാം കൂടെ കണ്ടിട്ട് ചോദിച്ചതാ. ഇതോ? ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ. ആരാടാ ഞങ്ങളെന്ന് പറഞ്ഞ? സാറാ ഉള്ളിത്തീയിലൊന്ന് കൂട്ടി വെക്കാൻ. ആഹാ, നല്ല രസികനായിട്ടുണ്ടല്ലോ. സാറിന്റെ കൂടെ വന്ന കുട്ടിയില്ലേ, ആ കൊച്ചതൊക്കെ ഉണ്ടാക്കിയത്. ആര്? ഗീതാഞ്ജലിയോ? അപ്പൊ അവള് പോയില്ലേ? പൂവേ? എവിടേക്ക് പോവാൻ? ദേ അപ്പുറത്തുണ്ട്. സാറെ കഴിച്ചിട്ട് പോ. വരടാ. ഇവിടെ വന്നിരിക്കുക. വാ, ഊണ് കഴിക്കാം. വാ, ഞാനല്ലേ വിളിക്കുന്നത്. എത്ര നേരം ഇരുന്നാലും മതി വരാത്ത സ്ഥലമായിരുന്നു. ഇവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ പ്രകൃതിയോട് മാത്രമല്ല നമുക്ക് എല്ലാറ്റിനോടും സ്നേഹം തോന്നും. നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതുപോലെ സ്വഭാവ വൈകൃതങ്ങൾ പ്രകൃതിക്കും ഉണ്ടാവും അല്ലേ? കുട്ടിക്ക് എന്ത് തോന്നുന്നു? പറഞ്ഞത് അപ്പടി സത്യം. ഞാൻ മുൻപ് കണ്ട ആളെ അല്ല ഇവിടെ വന്നപ്പോ. പിന്നെ ഇത് ഇപ്പൊ വളരെ പട്ട് സ്വഭാവം. എന്നെ കുറിച്ചാണോ താനീ പറയുന്നത്? പിന്നല്ലാതെ. എന്നെ എന്തോരം കരയിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ പ്രകൃതി സ്നേഹം പറയുന്നു. ഞാനൊരു പെൺകുട്ടിയാണെങ്കിലും ഓർത്തോ? എന്നോട് ദേഷ്യ? ദേഷ്യമൊന്നല്ല എനിക്കുണ്ടായത്, സങ്കടം. ഇപ്പൊ സങ്കടമൊക്കെ മാറിയോ? മാറിയോ?